الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وصحبه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായ വിശ്വാസിനികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ, അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് യാത്ര പറയുവാൻ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണമെന്നും അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ശവ്വാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. കുറേ ഇബാദത്തുകൾ കൊണ്ട്
വിശുദ്ധ റമദാനിനെ നാം ധന്യമാക്കി പല വിധത്തിലുള്ള സൽകർമ്മങ്ങൾ നാം നിർവഹിച്ചു. ഈ കർമ്മങ്ങൾ നിർവഹിച്ചത് കൊണ്ട് മാത്രം നാളെ പരലോകത്ത് നമുക്കാർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നെയോ നാം നിർവഹിച്ചതായ ഈ കർമ്മങ്ങൾ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് സ്വീകരിച്ചെങ്കിലേ നമുക്ക് പരലോകത്ത് രക്ഷയുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. കഴിഞ്ഞുപോയ ഒരു മാസക്കാലം നാം പകലിൽ നോമ്പനുഷ്ഠിച്ചവരാണ്, രാത്രിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിച്ചവരായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിൻ്റെ കലാം തുറന്ന് ഖുർആൻ നാം ഓതാറുമുണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾ, നിർബന്ധമായ ദാനവും ഐച്ഛികമായ ദാനങ്ങളുമെല്ലാം തന്നെ നാം നൽകിയവരാണ്. പക്ഷെ ഇവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തോ, അതല്ല നമ്മളിലേക്ക് തന്നെ അതിനെ വലിച്ചെറിഞ്ഞോ എന്നതാണ് നാം ഇവിടെ പരിശോധന നടത്തേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ ഒരു അധ്യായം, ആ അധ്യായം സൂറത്തുൽ ഗാശിയ എന്ന് പറഞ്ഞുകൊണ്ട്, സൂറത്തുൽ ഗാശിയ ഖിയാമത്ത് നാൾ, അന്ത്യനാളിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചെറിയ അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യം തന്നെയാണ്. കർമ്മങ്ങൾ ചെയ്ത് സ്വീകരിക്കാതെ പോയ അല്ലാഹു തആല അവരിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞ ഹതഭാഗ്യരായ ഭാഗ്യം കെട്ട ആളുകളെ സംബന്ധിച്ചാണ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഹൽ അതാക ഹദീസുൽ ഗാശിയ وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. അഭയാനകമായ അന്ത്യഘട്ടത്തെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ആദ്യമായി തുടങ്ങുന്നത്. അന്ത്യനാൾ അറിയുമോ പ്രവാചകരെ? അന്ത്യനാളിൽ ചില മുഖങ്ങൾ അഥവാ ചില മനുഷ്യർ, ഉജൂഹു യൗമഇദിൻ ഖാശിഅ, അവരുടെ മുഖങ്ങൾ വളരെ വിനയമായിരിക്കും, വിനമ്രമായിരിക്കും, താഴ്മയോടെ തല താഴ്ത്തിയിട്ടുണ്ടാകും. ആമിലത്തുൻ നാസിബ, അവർ ദുന്യാവിൽ പരിശ്രമിച്ചവരാണ്, ത്യാഗം ചെയ്തവരാണ്, കഷ്ടപ്പെട്ടവരാണ്, കർമ്മങ്ങൾ ചെയ്തവരാണ്. പക്ഷെ ക്ഷീണിച്ചു പോയി. പരിശ്രമിക്കാതെ ക്ഷീണിച്ചു പോയതൊന്നുമല്ല, പരിശ്രമിച്ചിട്ട് ക്ഷീണിച്ചു പോയതാണ്, അധ്വാനിച്ച് ക്ഷീണിച്ചു പോയതാണ്. പക്ഷേ അവരുടെ അധ്വാനങ്ങൾ, അവരുടെ പരിശ്രമങ്ങൾ ഭൗതികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. കെട്ട ധാർമ്മികമായ സമ്പ്രദായങ്ങൾ ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടവരാണ്, പരിശ്രമിച്ചവരാണ്. തെറ്റായ മതാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് പരിശ്രമിച്ച് അങ്ങനെ പരാജയപ്പെട്ടു പോയവരാണ്. കാരണം എന്താണ്? അല്ലാഹു തആല സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് അല്ലാഹു സ്വീകരിച്ചില്ല? അവരുടെ നിയ്യത്ത് ദുന്യാവ് മാത്രമായിരുന്നു, ഭൗതികമായ നേട്ടം മാത്രമായിരുന്നു. അവർ ചെയ്ത കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളാണ് എന്ന് അവർ വിചാരിച്ചോ? ഒരുപാട് മത അനുഷ്ഠാനങ്ങൾ അവർ നിർവഹിച്ചവരാണ്, പക്ഷെ തെറ്റായ മതാനുഷ്ഠാനങ്ങളായിരുന്നു അവർ നിർവഹിച്ചത്. അതുകൊണ്ട് അതിനെയെല്ലാം അല്ലാഹു അവരിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. പരലോകത്ത് അത് ഉപകാരത്തിന് വന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് റമളാൻ കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ നമുക്ക് കാണാം, അമിതമായ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അമിതമായ പ്രതീക്ഷ. കുറെ അമലുകളൊക്കെ ഞാൻ റമളാനിലൊക്കെ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടിയില്ല എങ്കിൽ പിന്നെ ആർക്കാ സ്വർഗം കിട്ടുക എന്നിങ്ങനെയുള്ള ധാരണ വെച്ച് പുലർത്തുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അമിതമായ ഈ പ്രതീക്ഷ വളരെ അപകടകരമാണ് എന്ന് നാം മനസ്സിലാക്കണം. സൽകർമ്മങ്ങൾ
ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും റമദാൻ മാസം നോമ്പെല്ലാം അനുഷ്ഠിച്ച് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ പൂർവികരായ സലഫുകളുടെ സമ്പ്രദായം എന്തായിരുന്നു എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. സലഫുകളുടെ നിലപാട് എന്തായിരുന്നു എന്ന്. ആരാ സലഫുകൾ എന്ന് പറഞ്ഞാൽ? സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്തുൽ കിറാമല്ലേ, താബിഈങ്ങളല്ലേ, തബഉ താബിഈങ്ങളല്ലേ? ആ മുൻഗാമികളുടെ അവസ്ഥ അവരെപ്പറ്റി നമുക്ക് കാണാം ഗ്രന്ഥങ്ങളിൽ. അവർ ഒന്നും അമിതമായ പ്രതീക്ഷയിൽ കഴിഞ്ഞവരായിരുന്നില്ല. പിന്നെയോ മാസങ്ങളോളം ബുൾപുട്ടും കൊണ്ട് കരഞ്ഞും കൊണ്ട് അല്ലാഹുവോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തത് കുറേ അമലുകൾ, സലഫുകൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ലേ, ചിലപ്പോ റമളാനിന്റെ രാത്രികളിലെല്ലാം നിദ്രാവിഹീനരായി അവർ ഇബാദത്ത് ചെയ്തവരായിരിക്കും. പക്ഷേ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ അത് ചെറിയ അമലുകൾ, അത് അമലുകൾ സ്വീകരിക്കാനുള്ള ഒരു അടയാളമാണ്. എത്ര വലിയ അമലുകൾ ചെയ്താലും അത് ചെറുതായിട്ടാണ് നാം കാണേണ്ടത്. കാരണം അല്ലാഹുവിന്റെ നിഅമത്തിലേക്ക് നാം അതിനെ തട്ടിച്ചു നോക്കുമ്പോ അത് ഒന്നുമല്ലാതെയായിത്തീരും. അപ്പൊ അതുകൊണ്ടാണ് അവർ അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നിരന്തരമായ നിലക്ക് മാസങ്ങളോളം റമളാൻ കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റമളാൻ കഴിഞ്ഞു. റമളാൻ കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മുസ്ലിമീങ്ങൾ രണ്ട് വിഭാഗമാകുന്നു, രണ്ട് ഗ്രൂപ്പുകളാകുന്നു. ഒന്നാമത്തെ വിഭാഗം അസ്സുഅദാവ്. ഒന്നാമത്തെ വിഭാഗം ആരാണ്? അസ്സുഅദാവ്, വിജയികളാണ്, സൗഭാഗ്യവാന്മാരാണവർ. രണ്ടാമത്തെ വിഭാഗം അൽ-അഷ്ഖിയാവ്, അവർ പരാജയപ്പെട്ടവരാണ്, ഹതഭാഗ്യവാന്മാരാണ്. ആരാ സൗഭാഗ്യവാന്മാർ? അവരെ പറ്റി എന്താ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച്, നാവിലൂടെ പ്രഖ്യാപിക്കൽ മാത്രമല്ല, അതിൽ സ്ഥിരചിത്തതയോടെ അചലരായി അചഞ്ചലരായി അടിയുറച്ചു നിന്നവർ, അവസാന നിമിഷം വരെ, അവസാനത്തെ ശ്വാസം വരെ അടിയുറച്ചു നിന്നവരാണവർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. അവരതിൽ അടിയുറച്ചു നിന്നു, ചാഞ്ചല്യം അവർക്കുണ്ടായില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഇസ്തിഖാമത്തിന്റെ ആളുകൾ. അവർക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊന്നും പേടിക്കാനില്ല. അല്ലാഹു ചൊല്ലുറു, ഒന്നും അവർക്ക് പേടിക്കാനില്ല. വലാഹും യഹ്സനൂൻ, അവർക്കൊന്നും ദുഃഖിക്കാനില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗാവകാശികളാണ്. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ കാലാകാലം കഴിഞ്ഞുകൂടുന്നവരാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ ചെയ്തു വെച്ച ആ പരിശ്രമങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമാണ്. കാരണം അവരുടെ പരിശ്രമങ്ങൾ അല്ലാഹു സ്വീകരിച്ചു, മഖ്ബൂലായി കഴിഞ്ഞു. ഇവരാണ് സുഅദാക്കൾ. രണ്ടാമത്തെ വിഭാഗമാരാണ് അൽ-അഷ്ഖിയാ, അവർ പരാജിതരാണ്, ഹതഭാഗ്യവാന്മാരാണ്. റമളാനിൽ നല്ല ഒരവസ്ഥ. റമളാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ മഹത്തായ ഒരു അനുഗ്രഹം. ഒരു പാഠശാല, മദ്രസ അല്ലെ, ഒരു പാഠശാലയിൽ നിന്നിട്ട് ഒരുപാട് ഉന്നതങ്ങളായ സ്വഭാവങ്ങളും ഗുണങ്ങളും ശൈലികളും ഒക്കെ നാം പഠിച്ചു. പക്ഷേ റമളാൻ കഴിഞ്ഞപ്പോ അവരുടെ നിയന്ത്രണങ്ങളൊക്കെ പോയി. അവരെ പിടിച്ചു വെച്ചതെല്ലാം അയച്ചു വെച്ചതുപോലെ, കൂട്ടിൽ നിന്ന് പക്ഷിയെ ഇറക്കി വിട്ടതുപോലെ, അല്ലെങ്കിൽ ജയിൽ മോചിതനായവനെ പോലെ എല്ലാം തകിടം മറിഞ്ഞു. അങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണല്ലോ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നത് എന്തെന്ന്? ബിഇസൽ ഖൗം,
ബിഇസൽ ഖൗം, അവർ കെട്ട ജനങ്ങളാണ്, അവർ വളരെ മോശപ്പെട്ട ജനങ്ങളാണ്. ലാ യഅരിഫൂനല്ലാഹ ഹഖ്ഖാ ഇല്ലാ ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ മാത്രമേ അവർക്ക് അല്ലാഹനെ പരിചയമുള്ളൂ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അല്ലാഹനെ അവർക്കറിയില്ല. പിന്നെ അവർക്ക് ഇസ്ലാം എന്തൊന്നും ഒരു പ്രശ്നമല്ല, അവർക്ക് ഖുർആൻ ഒന്നും അവർക്ക് പ്രശ്നമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും അവർക്ക് പരിചയമില്ല. റമളാൻ മാസത്തിൽ മാത്രമാണ് അവർക്ക് പരിചയമുള്ളത്. എന്നാൽ അവർ മനസ്സിലാക്കട്ടെ, ഫഇന്ന റബ്ബുശ്ശുഹൂരി വാഹിദുൻ, മാസങ്ങളുടെ റബ്ബ് എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ മാസങ്ങളുടെയും റബ്ബ് ഒന്നാണ്. റമളാനിനൊരു റബ്ബ്, റമളാൻ കഴിഞ്ഞാൽ ശവ്വാലിനൊരു റബ്ബ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ള മാസത്തിനൊരു റബ്ബ്, അങ്ങനെ ഒന്നില്ല. അവർ മനസ്സിലാക്കട്ടെ, എല്ലാ മാസങ്ങളുടെയും റബ്ബ് ഒന്നാണ്. റബ്ബു റമളാൻ ഹുവ റബ്ബു ശവ്വാൽ, റമളാനിന്റെ റബ്ബ് തന്നെയാണ് ശവ്വാലിന്റെ റബ്ബും. എന്നിട്ട് ആ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ അമലുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം എന്താണ്? അതും അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇത്ബാഉഹാ ബിൽ ഹസനാത്ത്, ഇത്ബാഉഹാ ബിൽ ഹസനാത്ത്, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് ഉണ്ടാകലാണ്. റമളാൻ കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് പിന്നെ നന്മകളെ മുൻവരിക്കുവാൻ, അതിനെ തുടർന്നും കൊണ്ട് അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനുള്ള ഭാഗ്യം, തൗഫീഖ്, അതിനുള്ള ആവേശവും ഉത്സാഹവും താല്പര്യവും ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അയാളുടെ അമല് അല്ലാഹു സ്വീകരിച്ചു, അയാളുടെ നോമ്പ് അല്ലാഹു തആല ഖബൂൽ ചെയ്തു എന്നതിന്റെ അടയാളമാണ്, എന്നതിന്റെ സൂചനയാണ്. എന്നിട്ട് അവർ പറയുന്നു, ഫദ്കുറു ഖൗലല്ലാഹ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തഖ്വയുള്ളവർ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അത് മരണം വരെ നിലനിർത്തേണ്ട കാര്യമാണ്. തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, ആ ഹറാമുകളിൽ നിന്ന് കണ്ണിനെയും കാതിനെയും നാവിനെയും അങ്ങനെ അവന്റെ ഓരോ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക, അത് തഖ്വയാണ്. ആ തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം നിലനിർത്തണം. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തുന്നവരുടെ കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹു തആലാക്ക് വേണ്ടത്. അല്ലാത്തവരുടെ കർമ്മം അല്ലാഹ്ക്ക് ആവശ്യമില്ല. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും പ്രത്യേകമായ കാലത്തേക്കോ പ്രത്യേകമായ സീസണോ സമയത്തേക്കോ ഉള്ളതല്ല, ജീവിതത്തിന്റെ അവസാനം വരെ ഒതുങ്ങി നിൽക്കേണ്ടതാണ് എന്ന് പൂർവികരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ രണ്ട് പ്രധാനമായ പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തു വെക്കേണ്ടതുണ്ട്. ഒന്ന്, നാം ചെയ്തതായിരിക്കുന്ന കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇനിയുള്ള നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത്. ഇത് പ്രധാനമാണ്. രണ്ടാമത്, ഈമാനും അമലും നിലനിർത്തുക, അത് തകർന്നു പോകാതെ അവസാനം നിമിഷം വരെ നിലനിർത്തുക. കാരണം മനുഷ്യന്റെ ഖൽബ്, ഹൃദയം എന്ന് പറയുന്നത് അതിന് സ്ഥിരതയില്ല. ഖൽബ് എന്ന് പറയുന്നത് സ്ഥിരതയില്ല, അതിന് ചാഞ്ചാട്ടമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, ലഖൽബു ഇബ്നി ആദമ അശദ്ദു ഇൻഖിലാബൻ മിനൽ ഖിദർ, മനുഷ്യന്റെ ഖൽബ് എന്ന് പറയുന്നത് അടുപ്പിൽ വെച്ച ചട്ടിയിൽ വെള്ളം തിളക്കുന്നത് പോലെ, തണ്ണി തിളക്കുന്നത് പോലെ, അടുപ്പിൽ വെച്ച പാത്രത്തിൽ കറിയോ പാലോ വെച്ചാൽ അത് തിളക്കുന്നത് പോലെ അതിനേക്കാളും അധികമായി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. നാം കാണുന്നില്ലേ, എത്രയോ നല്ല നല്ല ആളുകൾ കുറെ കഴിയുമ്പോൾ മോശപ്പെട്ടവരായി മാറുന്നു, അല്ലേ? നല്ല ദീനീബോധമുള്ളവർ, തഖ്വാബോധമുള്ളവർ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ധിക്കാരികളായി താന്തോന്നി
തോന്നിവാസികളായി മാറുന്നത് നാം കാണുന്നു. എത്രയോ താന്തോന്നിവാസികളായ ആളുകൾ നല്ലവരായി മാറുന്നത് നാം കാണുന്നു. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ് എന്ന് അവിടുത്തെ സഹധർമ്മിണിയായ ഉമ്മു സൽമ നമ്മോട് പറയുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു ദുആ അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എൻ്റെ ഖൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം അല്ലാഹ്. നിന്റെ ദീനിൽ എൻ്റെ ഖൽബിനെ നീ ഉറപ്പിച്ചു നിർത്തണമല്ല എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? പ്രിയമുള്ളവരെ, ലോകത്ത് അല്ലാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു മനുഷ്യനാണ്, കാമിലായ മനുഷ്യനാണ്. ലോകത്ത് അല്ലാഹുവിനെ ഏറ്റവും അധികം ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ, സ്വർഗവും നരകവും സ്വർഗം ഉറപ്പു നൽകപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എൻ്റെ ഖൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. ആ സ്ഥിരചിത്തത ഉറപ്പിച്ചു നിർത്തുക എന്നത് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാം എത്ര പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സഹാബത്തിന് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയാണോ? ഞങ്ങളൊക്കെ നിങ്ങളിൽ വിശ്വസിച്ചവരല്ലേ? കൊല്ലങ്ങളായില്ലേ നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളെ ഞങ്ങൾ വാസ്തവമാക്കുന്നതും നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുന്നത് വർഷങ്ങളായി. ഇനി ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുന്നോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? അതെ, നിങ്ങളെ കാര്യത്തിലും ഞാൻ പേടിക്കുന്നു. കാരണം ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ. ഈ ഹൃദയം, ഈ ഖൽബ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ കൈവിരലുകൾക്കിടയിലാണ്. അല്ലാഹു അതിനെ ഉദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ അതിനെ മാറ്റിമറിച്ചു കൊണ്ടേയിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹൃദയങ്ങളിൽ ഖൽബിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഖൽബിനെ, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിച്ചത് അല്ലാഹുവാണ്. ആ ഖൽബ് താന്തോന്നിവാസത്തിലേക്കോ അഹങ്കാരത്തിലേക്കോ നീങ്ങിയാൽ അല്ലാഹു അതിനെ മാറ്റിമറിക്കും, മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. അതുകൊണ്ടാണ് നാം ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് അമിതമായ പ്രതീക്ഷ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. എനിക്കൊരു പ്രശ്നമൊന്നുമല്ല, ഞാൻ മുസ്ലിമാണ്, ഞാൻ തൗഹീദിന്റെ ആളാണ്, ഞാൻ സലഫിയത്തിലുള്ളതാണ്, എനിക്കൊന്നും പേടിക്കേണ്ടതില്ല, എൻ്റെ കാര്യം വിജയിച്ചു, സഫലമായി എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. കാരണം ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇപ്രകാരം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത്. നോക്കണം, ആ പ്രവാചകനെ പോലും ആദർശത്തിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാൻ വേണ്ടി എത്രമാത്രമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചത്, എത്രമാത്രമാണ് പ്രവാചകനെ തൗഹീദിൽ നിന്നിട്ട് വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. ഒരു ദിവസം രാത്രിയിൽ നടന്ന ചർച്ച രാവിലെ വരെ നീണ്ടുനിന്നു. പ്രവാചകന്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുമ്പോ ഏറ്റവും അധികം അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ ഹൃദയം മാറുന്നുണ്ടോ, നമ്മുടെ ചിന്ത മാറുന്നുണ്ടോ, അല്ലാഹുവിന്റെ ദീൻ വിട്ടിട്ട് മറ്റേതെങ്കിലും ആദർശത്തിലേക്ക് പോകുന്നുണ്ടോ എന്നതാണ് അല്ലാഹു നമ്മെ ഏറ്റവും അധികം പരീക്ഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ആ നിലയ്ക്ക് ശത്രുക്കൾ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ, ഇന്നൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ നാം കാണുന്നത് പോലെ ഒരുപാട് ഓഫറുകൾ കൊണ്ടുവന്ന് വെച്ചു, ഫലപ്പെട്ടില്ല. പിന്നെ പ്രകോപനങ്ങളായി ഇല്ല, അതിലൊന്നും പ്രവാചകൻ മണിഞ്ഞില്ല. ഇത് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. പ്രവാചകനെ അവരെ തൗഹീദ് വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അവരെന്താ പറയുന്നത്? ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ, ഈ ഖുർആൻ അല്ലാത്ത വേറെ വല്ല ഖുർആൻ നീ കൊണ്ടുവാ മുഹമ്മദേ. മുശ്രിക്കുകൾ പറഞ്ഞതാണ്. ഖുർആനിന്റെ തത്വസിദ്ധാന്തങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഖുർആനിന്റെ തത്വസിദ്ധാന്തം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഖുർആൻ അല്ലാത്ത വേറെ ഖുർആൻ നീ കൊണ്ടുവാ, അല്ലെങ്കിൽ നീ അതിൽ ചേഞ്ചസുകൾ ഉണ്ടാക്കുക. അവർ പറഞ്ഞതായിരുന്നു, ഖുർആനിൽ നീ ചേഞ്ചസുകൾ ഉണ്ടാക്കുക, തബ്ദീലാത്തുകൾ, തിദ്ദുപടികൾ, മാർപ്പാട്ടുകൾ ഖുർആനിൽ നീ ഉണ്ടാക്കുക മുഹമ്മദേ. ഇതായിരുന്നു അവർ ആവശ്യപ്പെട്ടത്.
മനസ്സിലായില്ലേ? അതിനെന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. ഇല്ല, എനിക്കത് പാടുള്ളതല്ല, എന്റെ സ്വന്തം വകയായിട്ടുള്ളതല്ല ഈ ഗ്രന്ഥം. അള്ളാഹു എനിക്ക് എന്താണോ വഹിയായി നൽകിയത് അതുപോലും എനിക്ക് ഫോളോ ചെയ്യാനുള്ളതാണ്. ഞാൻ പോലും അതിനെ ഫോളോ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു മാർപ്പാട്ട് വരുത്താൻ എനിക്ക് പാടുള്ളതല്ല, എനിക്ക് ചേർന്നതല്ല. അങ്ങനെയെങ്കാലും ഞാൻ ചെയ്തു പോയാൽ ഭയാനകമായ ദിവസത്തിന്റെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. അല്ലേ? അപ്പൊ നോക്കണം, ഇത്രത്തോളം പ്രവാചകനെ വഴിതെറ്റിക്കാൻ, തൗഹീദിൽ വ്യതിചലിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോ, അവരുടെ ഭാഗത്ത് പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോ ചിലപ്പോ ഒരു പക്ഷേ പ്രവാചകന്റെ മനസ്സ് മാറിയേക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണ്. സൂറത്തുൽ ഇസ്രായിൽ വഇൻ കാദു ലയഫ്തിനൂനക അനില്ലദി ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറ വഇദൻ ലതഖദൂക ഖലീലാ വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീലാ. പ്രവാചകരെ, താങ്കൾക്ക് നാം ദിവ്യ സന്ദേശമായി, ദിവ്യവാണിയായി നൽകിയതിൽ നിന്നിട്ട് അതിൽ ചില ചേഞ്ചസുകൾ വരുത്താൻ, അവര് താങ്കളെ കുഴപ്പത്തിലാക്കിയിട്ട് ചേഞ്ചസ് വരുത്താൻ അവർ വല്ലാതെ അവർ പ്രയത്നപ്പെടുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. പ്രവാചകരെ, അങ്ങനെ പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തിന് നാം സബാത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, സ്ഥിരചിത്തത നാം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അതേ അചഞ്ചലത നാം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ പ്രവാചകരെ നിങ്ങളും അവരുടെ ഭാഗത്തേക്ക് വാലിപ്പോകുമായിരുന്നു. അള്ളാഹുവാണ് പറയുന്നത്. നിങ്ങളും ഒരു പക്ഷെ അവരുടെ ഭാഗത്തേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഖൽബിലേക്ക് നാമാണ് ആ ദൃഢനിശ്ചയം, ആ ദൃഢചിത്തത, ആ അചഞ്ചലം, ആ ചാഞ്ചല്യമില്ലാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകിയത് നാമാണ്. അങ്ങനെ നൽകിയത് കൊണ്ടാണ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആ പ്രാർത്ഥന നമ്മളിൽ നിരന്തരമായി ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു നിലക്കുള്ള വ്യതിയാനവും നമ്മുടെ മനസ്സിലുണ്ടായി പോകാതെ ശരിയായ അള്ളാഹുവിൻ്റെ ദീനിൽ, ശരിയായ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ, അവസാന നിമിഷം വരെ അത് കാത്തു സൂക്ഷിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുവാൻ, അവൻ്റെ നിയമാവലികൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാൻ എല്ലാവരോടും ഉത്ബോധനം വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, റമദാൻ മാസത്തിൽ നാം നേടിയെടുത്തതായ ആത്മീയമായ ആ ഊർജം, ആ ആത്മീയമായ ചൈതന്യം, അതൊരിക്കലും ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷം കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥ
നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പലരിലും അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയാൽ അത് പരാജയമായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. റമദാൻ മാസം വിട പറഞ്ഞെങ്കിലും റമദാനിൽ നാം ചെയ്തതായിരിക്കുന്ന ഇബാദത്തുകൾ ഒരിക്കലും വിട പറയുന്നില്ല. റമദാനിൽ നാം നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് നോമ്പുകളുണ്ട്. സുന്നത്തായ നോമ്പുകൾ ഒരുപാടുണ്ട്. അടുത്ത മാസം ഒരു മാസവും കൂടി കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസം വരും. ദുൽഹിജ്ജ മാസത്തിൻ്റെ 9 ദിവസം നോമ്പ് നോൽക്കൽ നമുക്ക് സുന്നത്താണ്. അതിൽ തന്നെ അറഫായുടെ നോമ്പ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അടുത്ത മാസം വരുമ്പോൾ അതാ പിന്നെ അശൂറ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോമ്പ് നമുക്ക് വരുന്നു. ഓരോ ആഴ്ചകളിലും നമുക്ക് നോമ്പുണ്ട്. വ്യാഴാഴ്ച ദിവസം, അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം. ഓരോ മാസത്തിലും നമുക്ക് നോമ്പുണ്ട്. 13, 14, 15 അയ്യാമുൽ ബീദ്. ഇനി ശവ്വാലിന്റെ 6 നോമ്പ് തന്നെ പലർക്കും ഇന്നലെയോട് കൂടി 6 നോമ്പ് കഴിഞ്ഞു. ഇനി അത് നോറ്റുവീട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് ഈ ശവ്വാൽ തീരുന്നത് വരെ അവർക്ക് അവസരമുണ്ട്. കാരണം വലിയ പ്രാധാന്യമുള്ള നോമ്പാണ് ശവ്വാലിൻ്റെ 6 നോമ്പ്. അതിന് സാധാരണ സുന്നത്തുകളുടെ പ്രതിഫലമല്ല, അള്ളാഹു അതിൻ്റെ ഫർളിൻ്റെ തന്നെ പ്രതിഫലം നൽകുന്നു എന്ന് പണ്ഡിതന്മാർ ഒക്കെ പറയുന്നത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ, ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള നോമ്പുകളിലൂടെ റമദാനിൽ നാം നേടിയെടുത്തതായിരിക്കുന്ന ആ ചൈതന്യം അത് നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഒരു നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം നോറ്റുവീട്ടുമ്പോൾ അതിന്റെ പ്രതിഫലം എത്രയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾ നോക്ക്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു 70 ഖരീഫാ. അള്ളാന്റെ വജ്ഹ്, അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചും കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്താൽ അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 70 വർഷം നരകത്തിൽ നിന്നിട്ട് അകറ്റി നിർത്തും. ഒരു നോമ്പിന്റെ കാരണമായി 70 വർഷക്കാലം അത്ര ദൂരത്തേക്ക് അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെയാണ് മറ്റു ഇബാദത്തുകൾ. നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, ഖിയാമുൽ ലൈൽ. പലപ്പോഴും പലരെയും കാണുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നത് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രമാണ് എന്നാണ്. അല്ല പ്രിയമുള്ളവരെ, റമദാൻ കഴിഞ്ഞാലും ഖിയാമുൽ ലൈൽ വിട്ടുപോകരുത്. അല്ലാഹുവിന്റെ റസൂൽ അത്രയിൽ പോലും ഒഴിവാക്കാത്ത നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ. അത് 11 റക്അത്തോളം നമുക്ക് നിസ്കരിക്കാം. 11 കഴിയുന്നില്ലേ, 9, 7, 5, 3 ഒന്നെങ്കിലും നിസ്കരിക്കണം. ഇശാ നിസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് 1 റക്അത്തെങ്കിലും നിസ്കരിക്കണം. പലപ്പോഴും നിർവഹിക്കുന്നില്ല. കാരണം ചിലരൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഖിയാമുൽ ലൈൽ റമദാനിൽ മാത്രമാണ്. അല്ല, ഖിയാമുൽ ലൈൽ നമുക്കുണ്ട്. അതേപോലെ തന്നെയാണ് ഖുർആൻ പാരായണം. സമയം കിട്ടുമ്പോഴൊക്കെ നാം പാരായണം ചെയ്യണം. ഇഅ്തികാഫ് റമദാനിൽ മാത്രമല്ല ഇഅ്തികാഫ് ഉള്ളത്. റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിലും സമയമുണ്ടാകുമ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ അള്ളാഹുവിൻ്റെ ഭവനിലേക്ക് വന്നിട്ട് അള്ളാഹുവിനെ ധ്യാനിച്ചും കൊണ്ടിരുന്നാൽ അതിന് ഇഅ്തികാഫിന്റെ കൂലി നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരുപാട് റമദാനിൽ ചെയ്തായിരിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ, സഹജീവി സ്നേഹം, സേവനം, അതേപോലെ തന്നെ സമഭാവന, ഇതുപോലത്തെ സഹാനുഭൂതി തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് കർമ്മങ്ങളൊക്കെ റമദാനിൽ നാം നിർവഹിച്ചത്, അതൊക്കെ നാം തുടർന്നു കൊണ്ടേയിരിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണ്, ഒരു അടയാളമാണ്. അങ്ങനെ റമദാനിൽ നേടിയെടുത്തതായിരിക്കുന്ന ആ ആത്മീയമായ ഊർജം, ആ ആത്മീയമായ ചൈതന്യം, ആ പുണ്യം നമ്മുടെ ജീവിതത്തിലുടനീളം പ്രചോദനമാകണം. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ചെയ്തതായിരിക്കുന്ന നോമ്പും നമ്മുടെ എല്ലാ ഇബാദത്തുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പൂർണ്ണമായ നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ജന്നാത്തുൽ ഫിർദൗസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കലക്ഷൻ, മദ്രസയുടെ കലക്ഷൻ, അതേപോലെ തന്നെ പള്ളിൻ്റെതൊക്കെ കലക്ഷൻ നിങ്ങളൊക്കെ ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന സംഭാവനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ നിലക്ക് പ്രതിഫലം നൽകി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ കുറേ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ, ഫാറൂഖ് എന്ന് പറഞ്ഞ പേരുള്ള
ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മരിച്ച വ്യക്തിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, പരലോക ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ നിന്നിട്ട് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി സ്വർഗ്ഗത്തോപ്പുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾ, പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കെല്ലാം പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.